ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? നമുക്ക് നോക്കിയാലോ? നോക്കാം കേട്ടോ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? നിങ്ങൾ എന്ത് എനർജിയിലാണെന്നും എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 9 ഓഫ് കപ്സ്, 8 ഓഫ് സോർട്സ്, മജീഷ്യൻ, വേൾഡ്, കിങ് ഓഫ് സോർട്സ്, ജഡ്ജ്മെന്റ്, 8 ഓഫ് പെൻഡക്കിൾസ്, ഹെർമിറ്റ്, ബോട്ടം, ക്യൂൻ ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇവിടെ ചിലരൊക്കെ നിങ്ങൾ ഇപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുക, അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക, മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോഴും ആ ഒരു നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്, മനസ്സിലാക്കുക. പക്ഷേ എല്ലാം നടന്നുകൊള്ളും എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്, അതിനെ മനസ്സിലായിക്കൊണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതുപോലെ ചിലരൊക്കെ ഇവിടെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ചിലർക്ക് ഇവിടെ ഒരു ആഗ്രഹ പൂർത്തീകരണം നടന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇതൊരു പണമായിട്ടായിരിക്കാം, നിങ്ങൾ ഒരു ചെയ്ത കാര്യത്തിനുള്ള പണമായിട്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾ ആ ഒരു പണമോ അങ്ങനെയുള്ള കിട്ടുന്ന സമയത്ത് നിങ്ങൾ ലക്ഷറി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പണത്തിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്താണോ അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കതൊരു ജോലിയാണോ, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തെ ആ ഒരു ജോലിയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിന് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി പറയുക. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. പിന്നെ മടി പിടിച്ചിരിക്കാതെ ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം എന്നുള്ള കൂടിയാണ് ഇവിടെ 9 ഓഫ് കപ്സിൽ പറയുന്നത്. 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറേ പേര് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്നു, സ്വയം ഒരു ജയിലുണ്ടാക്കി അതിനുള്ളിൽ നിൽക്കുന്നു. ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണ്, എന്നെ കൊള്ളില്ല, എന്നെ ഒന്നിനും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നിർത്തുക, നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുക, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ആ കണ്ണും കൈയും ഒക്കെ ഒന്ന് അതിൻ്റെയൊക്കെ കെട്ടഴിച്ച് നിങ്ങളുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ദേഹത്ത് തട്ടുന്ന ഒരു ആളുകൾ പോലും ഇവിടെയില്ല. അപ്പോൾ നിങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിച്ച ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതും, അതുപോലെ തന്നെ മറ്റുള്ളവർ എനിക്കെതിരെ നിൽക്കൂ എന്നുള്ളതും, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നമാവും എന്നുള്ളതും ഒക്കെ നിങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോവുക, നിങ്ങളുടെ ശക്തി മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ആ വിക്ടിം മെൻറ്റാലിറ്റി ഒക്കെ ഒഴിവാക്കുക, ആ ഒറ്റപ്പെടുത്ത അവസ്ഥയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ഷിഫ്റ്റ് വരുന്നൊരു സമയമാണ്. അതിൽ നിങ്ങൾ എന്ത് വേണം, ചിന്തകളിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങളെ കാര്യങ്ങൾ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പഠിക്കണം. നിങ്ങളുടെ ഇപ്പോഴുള്ള പേഴ്സ്പെക്റ്റീവിനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിനുള്ള കഴിവ് ഉണ്ട്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്, ഈ ഭൂമി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ എന്ത് വേണം, ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകണം. അത്രയും കഴിവുകളുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ സെലക്റ്റീവ് ആക്കിയിട്ട്, സ്പിരിച്വലി സെലക്റ്റീവ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നത് അതിനാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റ് വ്യക്തികളെ പോലെയല്ല, നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക്
ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആണോ വേണ്ടത്, അല്ല നിങ്ങൾ കരിയർ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണോ വേണ്ടത്, നിങ്ങളുടെ പാഷനാണോ നിങ്ങൾ ചേസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിൽ അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ, ചിന്തകൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതിലൊക്കെ തുടക്കങ്ങളാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ അതിനെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. സെൽഫ് കോൺഫിഡൻസ് ആണ് ഇപ്പോൾ വേണ്ടത്. നിങ്ങളുടെ സ്കില്ല്, കഴിവ്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ തിരിച്ചറിയേണ്ട സമയമാണ്. നിങ്ങളുടെ വിൽ പവർ, ക്ലാരിറ്റി ഇതൊക്കെ കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ്. അതുപോലെ തന്നെ സക്സസിൻ്റെയും അബണ്ടൻസിൻ്റെയും ഒക്കെ കാർഡാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങളൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് കേൾക്കുക. അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ചിലർക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ അമ്പലങ്ങളിൽ പോകാനോ പ്രാർത്ഥന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്താണോ ആരാധനാമൂർത്തിയെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു ഇതുകൂടി അവസരം കൂടി വരുന്നു എന്നുള്ളതാണ് മജീഷ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുക, മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അടുത്ത വേൾഡ് കാർഡാണ്. ഇവിടെ ഒരു കംപ്ലീഷനാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം വരുന്ന സമയമാണ്. ഫുൾഫിൽമെൻറ്റ് വരുന്ന സമയമാണ്. ചിലർക്കൊരു ട്രാവലാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച, ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നതായിരിക്കാം. ഒരു സെലിബ്രേഷൻ ലൈഫിൽ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, ജോലി ലഭിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കാനോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ ചുറ്റിൽ ഒരുപാട് വ്യക്തികളുണ്ട്, നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം എൻജോയിങ് ആണ്. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അത് മറ്റുള്ളവരും മനസ്സിലാക്കുന്നു, മറ്റുള്ളവരും നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ റിവാർഡഡ് ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നു, വാക്കുകളാലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ്സ് കിട്ടുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളോട് ദേഷ്യമുള്ളവർ പോലും നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലർക്കൊക്കെ ഒരു മാരേജ് ശരിയാവുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു കുട്ടി ജനിക്കുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു ജോബ് കിട്ടുക, അങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അതൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് വേൾഡ് കാർഡ്. കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റാരുടെയും ഇമോഷനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങൾ തീരുമാനം എടുക്കുന്നു, മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഒക്കെ വരുന്നൊരു സമയമാണ്. മെൻ്റൽ ക്ലാരിറ്റി വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങളുടെ അതോറിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റിനൊന്നും നിൽക്കാതിരിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാദർ ലോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം. ആ അതോറിറ്റേറ്റീവ് ഫിഗറിൽ നിന്നും നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു ആ ഒരു അതോറിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒക്കെയുള്ള, അവരിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടാനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു മെൻറ്ററെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അതിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ലോയർ, ഇവരിൽ നിന്നൊക്കെയുള്ള ഒരു സജഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനോ ഒക്കെയുള്ളൊരു ചാൻസും ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്ന് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ എന്താണ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യില്ലേ, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇന്നത്തെ ദിവസം വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രസന്റ്, അതൊരു എന്താണ് പറയുക, സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് ആണ് അടുത്തത്. അപ്പോൾ ജഡ്ജ്മെന്റ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു റീബർത്ത് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഈ ഒരു ഫേസ് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഇത് നേരിട്ടേ മതിയാവൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ചാലഞ്ചസ് ഒക്കെ മുന്നിൽ വരും, പക്ഷെ അതിനൊക്കെ നിങ്ങൾ നേരിടണം എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്.
അപ്പോൾ ഏഞ്ചൽസ് യൂണിവേഴ്സായിട്ട് കൊണ്ടു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാനാണ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വലിയൊരു പാഠം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ചിലർ ഇവിടെ സ്വയം ജഡ്ജ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുക, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം ഒരുമിച്ച് ഉണ്ടാവുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക, സന്തോഷത്തോടു കൂടി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റിന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അത് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നൊരു നിങ്ങൾക്കുള്ള ഒരു ലെറ്റർ കിട്ടാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു അവേക്കനിങ് ഫേസ് കൂടി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇന്നർ കോളിങ് നിങ്ങൾക്ക് തോന്നുക. അതുപോലെ ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ ആരാധനാമൂർത്തിയെ കാണുക, തൊഴുക. നിങ്ങളവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓഫറിങ്സ് ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ ഫോർഗീവ് ചെയ്യാനുള്ളവരോട് ഫോർഗീവ് ചെയ്യുക കേട്ടോ. ഇനിയും അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഇതായിട്ട് നിൽക്കേണ്ട. ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കൂടിയാണ് ഇവിടെ ജഡ്ജ്മെന്റ് പറയുന്നത്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ കുറേ പേര് ഇന്നത്തെ ദിവസം വളരെയധികം പാഷനേറ്റ് ആവുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതുപോലെ അതിനുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത വർക്കിന്റെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിന്റെ പണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതായിട്ടും ചില കാര്യങ്ങൾ പ്രാവീണ്യം നേടുക എന്ന് പറയുന്നില്ലേ, അപ്രന്റീസ്ഷിപ്പ് പോലുള്ള കാര്യങ്ങൾ. അതുപോലെ അതിൽ നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച കാര്യത്തിൽ നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ നിങ്ങൾ കൂടുതൽ പാഷനേറ്റ് ആവുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ അത്രയും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും അതിന് മൂല്യമുള്ളതായിട്ട് കൽപ്പിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, മാസ്റ്ററി എടുക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഹെർമിറ്റിന്റെ എനർജിയാണ്. അപ്പോൾ ചിലർ ഇവിടെ ഒരു സോൾ സെർച്ചിങ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനിൽ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാവീണ്യം നേടുക, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കുന്നതായിട്ടോ നിങ്ങൾക്കൊരു മെന്ററെ ലഭിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് ഒരു അവർക്കുള്ള ഗൈഡൻസിനായിട്ട് ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മുന്നോട്ടേക്ക് നയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ ഇവിടെ ഒരു സത്യാന്വേഷണം നടത്തുന്നതായിട്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നതായിട്ടും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ്. പിന്നെ സോൾ സെർച്ചിങ് ആണ് കൂടുതലും. നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതാണ് ഹെർമിറ്റ്. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് വാൺസ് ആണ് ഇവിടെ ബോട്ടം വന്നത്. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ധൈര്യം നിങ്ങൾക്ക് വരുന്നതായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നതായിട്ടും നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നു, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ സെൽഫ് അവെയർ ആവുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ അത്രയും പരിവർത്തനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ട് അത്രയും പരിവർത്തനപ്പെട്ടു, നിങ്ങൾ തീരുമാനമെടുക്കാൻ പാകമായിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള ചിന്തകളും ധാരണകളും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലം അതില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഇങ്ങനെ ചെയ്താലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇന്ന് നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അടിപൊളിയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് മറ്റുള്ളവർ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിലരിവിടെ നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തിരുന്നത് അതിൽ നിന്നും മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറിയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തകൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇത്രയും നാൾ നിങ്ങൾ കരിയറിൽ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ പാഷനെ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ്. അതിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു, ചെയ്ത കാര്യങ്ങൾ എന്താണോ അതിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് അതിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫയറിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഈഗോയിസ്റ്റിക് ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരു ക്യൂണിൻ്റെ എനർജിയാണ്, ഫയറിൻ്റെ എനർജിയാണ്, അതുകൊണ്ട് തന്നെ ദേഷ്യം വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ട് മാത്രം പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടാതെ നിങ്ങളെ ആരാണോ നിങ്ങളോട് സംസാരിക്കുന്നത് അവരുമായിട്ട് ആ ഒരു നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടിട്ട് മാത്രം തീരുമാനിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. റീകൺസിഡർ ആണ്. അപ്പോൾ ഒന്നുകൂടി പരിഗണിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഒന്നുകൂടി നിങ്ങൾ ഉള്ള സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിന് ഒന്നുകൂടി പരിഗണിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള വ്യക്തിയായിരിക്കാം, ഒന്നുകൂടി എന്തായാലും നിങ്ങൾക്ക് എന്താണോ സിറ്റുവേഷൻ ഉള്ളത് അതുമായിട്ട് ഒന്നുകൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അതിനെ ഒന്നുകൂടി പരിഗണിക്കണം, റീകൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ലെറ്റ് ഗോ, യെസ്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്, യെസ്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ് കേട്ടോ. സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും, അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട. വെയിറ്റിംഗ് എനർജിയാണ് ചിലരിവിടെ, ആ ഒരു വെയിറ്റിംഗ് എനർജി, എപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം, ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് മാറണം, ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ചിലരോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗ്സ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. റെഡ് ഫ്ലാഗ്സ് ഇവിടെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. റീകൺസിലേഷൻ, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അനുരഞ്ജനത്തിനായിട്ട് അവിടെയും നിങ്ങളുടേതാണ് തീരുമാനം, വേണോ വേണ്ടയോ. റിലീസ് യുവർ എക്സ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഈ സമയം ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ എക്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ് എന്നുള്ളതാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് പറയുക എന്നുള്ളതാണ്. സോൾമേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം എന്നില്ല, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ പോലെ ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലവബിൾ ആണ്,
നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. നിങ്ങൾ ലവബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പോസിറ്റീവായിട്ടിരിക്കണം, എനർജറ്റിക് ആയിട്ടിരിക്കണം, പിന്നെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം, പുതിയ തുടക്കങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.